വളരെ സിമ്പിളായിട്ട് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും പെയർ ചെയ്യാൻ പറ്റിയ എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിന്റെ റെസിപ്പി കണ്ടിട്ട് വന്നാലോ. ഒരു പാനിൽ എണ്ണ ഒഴിച്ച ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊടിച്ച ശേഷം 4-5 ഉണക്കമുളകും ഒരു സവാളയും 2 ടൊമാറ്റോയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കരമായിട്ട് വഴണ്ട് പോവേണ്ട ആവശ്യമില്ല. അതൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതിൽ മുളക് പൊടി ഒരു പിഞ്ച് ഇട്ടാൽ മതി, കാരണം നമ്മൾ 4-5 ഉണക്കമുളക് മുൻപേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് അവിടെ ചൂടാറാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഡലിയുടെ ബാറ്റർ സോൾട്ടൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇഡലി വേവിക്കാനായിട്ട് വെക്കാം അല്ലെ. അപ്പോഴേക്കും അത് ചൂടാറി വരുമല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് മിക്സിയിൽ അതൊന്ന് അരച്ചെടുത്താൽ മതിയല്ലോ. അപ്പോഴേക്കും നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി തീർക്കുകയും ചെയ്യാം. അധികം പാത്രങ്ങളൊന്നും അങ്ങനെ കഴുകാനൊന്നും ഉണ്ടാവില്ല. ആകെ ഇഡലിയുടെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇഡലി പാത്രം വളരെ സിമ്പിളാണ്, കാരണം അത് കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അത് നമുക്ക് സിമ്പിളായിട്ട് കഴുകിയെടുക്കാവുന്നതാണ് അല്ലെ. പിന്നെ അധികം അങ്ങോട്ട് പിടിക്കില്ല. ആദ്യമേ ഓയിലൊക്കെ ചേർത്തിട്ടാണ് ഇഡലിക്കുള്ള മാവ് അതിൽ ഒഴിക്കുന്നതെങ്കിൽ അങ്ങനെ അങ്ങോട്ട് അത് പിടിക്കത്തൊന്നുമില്ല. പിന്നെ അത് ചൂടാറി വന്നപ്പോൾ ഞാനത് അരച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി ചായ ആണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇത് അരച്ച് വന്നപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ കഴിക്കാനായിട്ട്? സൂപ്പർ ടേസ്റ്റ് ആണ്. ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിന്റെ കൂടെയും ട്രൈ ചെയ്യണം. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നറിയോ? ആദ്യം 1-2 ഇഡലി എടുത്ത് കൈകൊണ്ട് കുഴച്ച് പൊടിച്ച ശേഷം അതിലേക്ക് ചമ്മന്തിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് കഴിക്കുക. ഒപ്പം ചൂട് ചായയുടെ ഒരു സിപ്പും. ഓ സ്വർഗം!